ഓഫീസിലെ അവസാനത്തെ 3 മണിക്കൂറുകൾ ഞാനാകെ തളർന്നു. എനിക്ക് നല്ലപോലെ പനിക്കുന്നുണ്ടായിരുന്നു. ഒന്ന് നേരത്തെ പോകാൻ ചോദിച്ചിട്ട് പോലും വിട്ടില്ല. ഞാൻ ആ നിമിഷം ഒട്ടും വയ്യാതെ ടേബിളിന് മുകളിൽ തല വെച്ചങ്ങനെ കിടക്കുമ്പോൾ ചിലർ മാത്രം പിറുപിറുത്തുകൊണ്ട് പറയുന്നത് ഞാൻ കേട്ടു. "അവൾക്കവിടെ എന്തെങ്കിലും കാണിച്ചു കിടന്നാൽ മതിയല്ലോ. പണിയെടുക്കുന്നത് മൊത്തം നമ്മളല്ലേ?" ഞാൻ അവരോട് ഒന്നും മിണ്ടിയില്ല. കൃത്യം 5 മണിയെന്നടിച്ചപ്പോൾ ഒന്നും മിണ്ടുക പോലും ചെയ്യാതെ കൂടെയുള്ളവർ ബാഗ് എടുത്തുകൊണ്ട് പുറത്തേക്കിറങ്ങി. ഞാൻ എഴുന്നേൽക്കാൻ ശ്രമിക്കുമ്പോൾ എൻ്റെ തല കറങ്ങുന്നുണ്ടായിരുന്നു. ഞാൻ വീണ്ടും ആ ബെഞ്ചിൽ തന്നെ തലവെച്ചങ്ങനെ കിടന്നു. പകുതി കണ്ണുകളടച്ച് കിടക്കുമ്പോൾ ഒരു ബലിഷ്ടമുള്ള കൈ എൻ്റെ നെറ്റിയിലേക്ക് വരുന്നു. ആരാണെന്ന് പോലും എനിക്കറിയാൻ കഴിയുന്നുണ്ടായിരുന്നില്ല. "വാ, എഴുന്നേക്ക്, ഹോസ്പിറ്റലിൽ പോകാം. ഇങ്ങനെ കിടന്നാ തൻ്റെ പനി കൂടത്തേയുള്ളൂ." അയാൾ എന്നെ പിടിച്ച് പൊക്കാൻ ശ്രമിക്കുമ്പോൾ ഞാൻ കൈവഴുതി ടേബിളിലേക്ക് തന്നെ വീഴുകയായിരുന്നു. ശേഷം ആരൊക്കെയോ ചേർന്ന് എന്നെ പിടിച്ചുകൊണ്ട് വണ്ടിയിൽ കയറ്റുന്നവരെ എനിക്ക് ഓർമ്മയുണ്ട്. പിന്നെ ഞാൻ കണ്ണ് തുറക്കുന്ന സമയത്ത് ഹോസ്പിറ്റലിലെ ഏതോ ഒരു മുറിയിൽ ഒറ്റയ്ക്കങ്ങനെ കിടക്കുകയാണ്. എൻ്റെ ശരീരം മുഴുവൻ നല്ലപോലെ വേദനിക്കുന്നുണ്ട്. എങ്കിലും ഞാൻ മെല്ലെ എഴുന്നേൽക്കാൻ ശ്രമിച്ചു. പക്ഷേ അതിന് കഴിയുന്നുണ്ടായിരുന്നില്ല. പെട്ടെന്നായിരുന്നു ഒരു നേഴ്സ് അവിടേക്ക് വന്നത്. ഞാൻ അവരെ കണ്ട സമയത്ത് തന്നെ ചോദിച്ചു, "ഞാൻ ഞാനിതെവിടെയാ? ആരാ എന്നെ ഇവിടേക്ക് കൊണ്ടുവന്നേ? നിങ്ങളുടെ പേര് മീര എന്നല്ലേ? വയസ്സൊന്ന് പറയാവോ?" "എൻ്റെ എൻ്റെ വയസ്സ് 41. എന്നെ ഇവിടെ ആരാ കൊണ്ടുവന്നതെന്ന് മാത്രം പറഞ്ഞില്ല." "ആ, അത് നിങ്ങളുടെ ഹസ്ബൻഡ് തന്നെയാണ്. ആള് പുറത്തിരിപ്പുണ്ട്. വിളിക്കണോ?" അവരത് പറയുന്ന സമയത്ത് ഞാൻ ഒരു നിമിഷം സ്തംഭിച്ചു പോയി. 25-ാമത്തെ വയസ്സിൽ വിവാഹമോചിതയായ എനിക്കിപ്പോ എവിടുന്നാണ് പെട്ടെന്നൊരു ഹസ്ബൻഡ്? ഞാൻ അവരോടൊന്നും പറഞ്ഞില്ല. "ആളെ ആളെ ഒന്ന് കാണാൻ പറ്റുമോ?" എന്ന് മാത്രം ഞാൻ ആ നേഴ്സിനോട് പറഞ്ഞു. "അതിനെന്താ, വിളിക്കാലോ" എന്ന് മാത്രം പറഞ്ഞ് അവർ പുറത്തേക്ക് പോയി. ഓഫീസിൽ ആരും തന്നെയല്ല. കാരണം മനുഷ്യത്വം എന്ന് പറയുന്നത് അവിടെ ഒരാൾക്കും ഉണ്ടായിരുന്നില്ല. പിന്നെ ആരാണെന്ന് ചിന്തിക്കുമ്പോൾ ഒരു 6 അടിയോളം പൊക്കമുള്ള ഒരു മനുഷ്യൻ മുറിക്കകത്തേക്ക് കയറി വരുന്നു. അതും വളരെ മനോഹരമായി ഗ്രൂമിംഗ് ഒക്കെ ചെയ്ത് ഒരു ജെന്റിൽമാൻ ലുക്കുള്ള ഒരു മനുഷ്യൻ. അയാൾ എന്നെ കണ്ട സമയത്ത് തന്നെ ഒന്ന് പുഞ്ചിരിച്ചു. "ഇപ്പൊ എങ്ങനെയുണ്ട്? പനി കുറഞ്ഞോ?" അയാൾ അത് ചോദിക്കുന്ന സമയത്ത് ഞാൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു, "ഹാ, കുറവുണ്ട്." "എനിക്ക് മനസ്സിലായില്ല നിങ്ങൾ ആരാണെന്ന്." ഞാനത് പറയുന്ന സമയത്ത് അയാൾ ചിരിച്ചുകൊണ്ട് തന്നെ മറുപടി പറഞ്ഞു, "ചിലപ്പോൾ ആരാണെന്ന് അറിയാത്തത് തന്നെയാണ് നല്ലത്. ഒരാപത്ത് വരുമ്പോൾ അറിയാത്തവർ തന്നെയല്ലേ നമുക്ക് സഹായമാകുന്നത്." ഒട്ടും പരിചയമില്ലാതെ ഇരുന്നിട്ടും അയാൾ പറയുന്ന കാര്യങ്ങൾ പൂർണ്ണമായും ശരിയാണെന്ന് എനിക്ക് തോന്നി. പക്ഷേ എന്നിട്ടും ഒരു സംശയം എന്ന പോലെ ഞാൻ അയാളോട് വീണ്ടും ചോദിച്ചു, "നിങ്ങൾ പറയുന്നൊന്നും എനിക്ക് മനസ്സിലാവുന്നില്ല. ഞാൻ ഓർമ്മയില്ലാതെ എപ്പോഴോ കണ്ണടച്ചു. പിന്നെ ദേ ഈ കട്ടിലാണ് കിടക്കുന്നത്. അത് മാത്രമേ എനിക്ക് ഓർമ്മയുള്ളൂ. ശരിക്കും ആരാ നിങ്ങൾ? എന്നെ എവിടുന്ന് കിട്ടി നിങ്ങൾക്ക്?" "ഞാൻ ആൽബർട്ട്. ഞാൻ നിങ്ങളുടെ കമ്പനിയിലെ പുതിയ മാർക്കറ്റിംഗ് മാനേജറാണ്. ഇന്ന് ജോയിൻ ചെയ്തേ ഉള്ളൂ." ശരിക്കും ഞാൻ അവിടേക്ക് വരുമ്പോൾ മീര അവിടെ ഉണ്ടായിരുന്നില്ല. വൈകുന്നേരം ഞാൻ ഇറങ്ങാൻ നേരം മാത്രമായിരുന്നു താൻ ആ ടേബിളിൽ നിന്ന് താഴേക്ക് വീഴാൻ പോകുന്ന പോലെ എനിക്ക് തോന്നിയത്. ആ സമയം എനിക്കെന്തോ പന്തികേട് തോന്നിയപ്പോൾ ഞാൻ നമ്മുടെ പുറത്ത് സെക്യൂരിറ്റിയെ വിളിച്ച് തന്നെ കാറിൽ കയറ്റിയാണ് ഇവിടെ കൊണ്ടുവന്നത്. അയാൾ അത് പറയുന്ന സമയത്ത് ഞാനൊരു പുഞ്ചിരിയോടെ പറഞ്ഞു, "എന്തിനാ മാഷേ എനിക്ക് വേണ്ടി ഇങ്ങനെയൊക്കെ ബുദ്ധിമുട്ടുന്നത്? ഞാൻ വീഴുവാണെ മാഷിനെന്താ? ചാവുന്നേ ചാവട്ടെന്ന് വിചാരിച്ചാൽ പോരായിരുന്നോ?" "ഹാ, അത് മതിയായിരുന്നു. പക്ഷേ എനിക്കതിന് കഴിയാത്തത് കൊണ്ടാണല്ലോ ഞാൻ ഇവിടേക്ക് തന്നെ കൊണ്ടുവന്നത്." എന്ന് പറയുന്ന സമയത്ത് ആ നിമിഷം ആൾ എൻ്റെ നെറ്റിയിലൊന്ന് തൊട്ടുനോക്കി. വർഷങ്ങൾക്ക് ശേഷം ഒരു മനുഷ്യന്റെ കൈ എൻ്റെ നെറ്റിൽ തൊടുന്ന നിമിഷമായിരുന്നു അത്. അത് മറ്റൊന്നും കൊണ്ടല്ല, ഒറ്റയ്ക്കൊരു ജീവിതം, ആരുമില്ലാത്ത നിമിഷങ്ങൾ. അതൊക്കെ തന്നെയാണ് ഇപ്പോഴത്തെ എൻ്റെ ജീവിതം. വിവാഹബന്ധം അവസാനിപ്പിച്ചൊരു പെണ്ണെന്നാൽ അവൾ വീട്ടുകാർക്ക് ആദ്യം ഒരു ഭാരമായി മാറും. പിന്നീട് ഒരു ബാധ്യതയും. അതിനുശേഷം അവൾക്കൊരു പേര് വീഴും, അഹങ്കാരി. ആ ഒരു പട്ടം ചാർത്തിയ പെണ്ണിന് സ്വന്തം വീട്ടിൽ മറ്റുള്ളവർക്കൊപ്പം താമസിക്കുക എന്നാൽ അതൊരു കടമ്പ തന്നെയാണ്. കുത്തുവാക്കുകളും അവഗണനയും ഒരു കലയാക്കി മറ്റുള്ളവർ മാറ്റിയപ്പോൾ ആകെയുണ്ടായിരുന്ന അമ്മയുടെ മരണശേഷം ഞാൻ ആ വീട് വിട്ടിറങ്ങി. പിന്നെ ഒറ്റയ്ക്ക് ജീവിക്കുന്ന ഒരു പെണ്ണായി ഞാൻ മാറി. ഇരുട്ടിലെ രാത്രികളുടെ കൂട്ടുകാരി, സ്വപ്നങ്ങളില്ലാത്ത ലോകത്തെ രാജകുമാരി എന്നൊക്കെ ഞാൻ സ്വയം പറയുമായിരുന്നു. ഇപ്പോൾ പനി നന്നായിട്ട് കുറഞ്ഞിട്ടുണ്ട്. ഇവിടുന്ന് ഇറങ്ങി 2 ദിവസം റെസ്റ്റൊക്കെ എടുത്തിട്ട് വന്നാൽ മതി കേട്ടോ. അയാളത് പറയുന്ന സമയത്ത്, "എൻ്റെ പൊന്നു മാഷേ, അല്ലേ തന്നെ ജോലിയൊന്നും ചെയ്യുന്നില്ല എന്ന് പറഞ്ഞ് പല പല കുറ്റങ്ങളും ഞാൻ ദിവസം കേൾക്കുന്നുണ്ട്. ഇനി 2 ദിവസം റെസ്റ്റും കൂടെ എടുത്താൽ പിന്നെ വീട്ടിലിരുന്നാൽ മതി." ഞാനത് പറയുന്ന സമയത്ത്, "എടോ, ഈ പ്രായത്തിൽ താൻ തന്നെ സ്നേഹിച്ചില്ലെങ്കിൽ പിന്നെ താൻ ആരെയാണ് സ്നേഹിക്കുന്നത്? താൻ ഇപ്പം പൊയ്ക്കൊണ്ടിരിക്കുന്ന സമയം അത് തൻ്റേത് മാത്രമാണ്. ഈ ഒരു ലോകത്ത് പെണ്ണ് റാണിയായി മാറുന്ന ഒരു നിമിഷം, അതാണ് അവളുടെ 40കൾ." അയാൾ അത് പറയുമ്പോൾ ഞാൻ ചിരിച്ച ശേഷം അയാൾ മുറിയുടെ വാതിലിൽ നിന്ന് ഇറങ്ങുന്ന സമയത്ത്
എനിക്ക് തോന്നി. ഇയാൾ ചിലപ്പോൾ ഒരു സാഹിത്യഭ്രാന്തനായിരിക്കും. അങ്ങനെ അന്നത്തെ ദിവസം മരുന്നും ഇഞ്ചക്ഷനുമായി ആ ഒരു ദിവസം കടന്നുപോയി. തൊട്ടടുത്ത ദിവസം അയാൾ വന്നു ഒരു കൂട നിറയെ പഴങ്ങളുമായി. ഇയാൾക്കെന്താ മുഴുത്ത വട്ടുവല്ലോണോ? ആർക്കും വേണ്ടാത്ത എനിക്ക് ഈ ഒരു ഫ്രൂട്ട്സും കാര്യങ്ങളൊക്കെ വാങ്ങിച്ചിട്ട് വരാൻ? ഇന്നോ നാളെയോ ഡിസ്ചാർജ് ചെയ്യും എന്ന് ഡോക്ടർ പറഞ്ഞത്. ഏതായാലും നാളെ രാവിലെ തന്നെ മാക്സിമം. അത് കഴിഞ്ഞാൽ പോകാം കേട്ടോ. അയാളത് പറയുമ്പോൾ ഞാൻ മുഖത്തൊരു എക്സ്പ്രഷനുമില്ലാതെ അയാളെ ഇങ്ങനെ നോക്കി നിന്നു. അയാൾ വീണ്ടും വീണ്ടും എന്തൊക്കെയോ പറയുന്ന സമയത്ത് ഒറ്റ വാക്കിൽ ഞാൻ അയാളോട് ചോദിച്ചു, മാഷ് എന്തിനാ എല്ലാ ദിവസവും ഇങ്ങനെ വരുന്നേ? എന്നോട് ആരും ഇതുവരെ ഇത്രയും ഇമ്പോർട്ടൻസ് ഒന്നും കാണിച്ചിട്ടില്ല. മാഷും അത് കാണിക്കണ്ട എന്ന് തന്നെയാണ് കേട്ടോ എൻ്റെ അഭിപ്രായം. ഞാനത് പറയുന്ന സമയത്ത് അയാൾക്ക് നല്ലപോലെ ഫീലായെന്ന് എനിക്ക് തോന്നി. എന്നാൽ പിന്നെ ഞാൻ ഇറങ്ങുക. ദേ കൊണ്ടുവന്നൊന്ന് പറയല്ല. ദേ ഇതൊന്നും വേസ്റ്റാക്കി കളയരുത് കേട്ടോ. മുഴുവനും കഴിച്ചോണം. അന്ന് വൈകുന്നേരം ഒരു 5 മണി കഴിഞ്ഞ സമയത്ത് ഡോക്ടർ ഡിസ്ചാർജ് എഴുതി തന്നു. ഒരു ദിവസം മാത്രം ഞാൻ റെസ്റ്റ് എടുത്ത് വീട്ടിലിരുന്നു. ശേഷം ഞാൻ ജോലിക്ക് ചെല്ലുന്ന സമയത്ത് എല്ലാത്തിൻ്റെയും മുഖം ഒരു കടന്നൽ കൂട് കുത്തിയതുപോലെ എനിക്ക് തോന്നി. ഞാൻ അതൊന്നും ശ്രദ്ധിക്കാതെ ജോലിയിൽ മുഴുകിയിരിക്കുമ്പോൾ അറിയാതെ എൻ്റെ കണ്ണുകൾ അയാളിലേക്ക് തിരിഞ്ഞു. ഞാൻ നോക്കുന്ന നിമിഷം അയാൾ അവിടെയെങ്ങുമില്ലായിരുന്നു. ആരോടും ചോദിക്കാനോ പറയാനോ ഇല്ലാത്തൊരവസ്ഥ കാണുമ്പോൾ ആളോടൊരു താങ്ക്സ് പറയണം എന്നെനിക്ക് തോന്നി. പിന്നെ അവസാനത്തെ ദിവസം ഞാൻ ദേഷ്യപ്പെട്ടതിൽ ഒരു സോറി പറയാനും തോന്നി. അന്ന് 2 ദിവസം ഞാൻ വരുമ്പോൾ അയാളെ അവിടെങ്ങും കാണുന്നില്ലായിരുന്നു. പെട്ടെന്ന് ഞാൻ ചിന്തിച്ചു തുടങ്ങി, ഇനി ഇയാൾ ഓഫീസിൽ തന്നെ ജോലി ചെയ്യുന്ന ആൾ തന്നെയാണോ? ഇനി ചിലപ്പോൾ എന്നോട് കള്ളം പറഞ്ഞത് വല്ലതാണോ? ഞാൻ തൊട്ടടുത്തിരുന്ന ഒരു പെൺകുട്ടിയോട് ചോദിച്ചു, മോളെ ഇവിടെ മാർക്കറ്റിങ്ങിൽ ആരെങ്കിലും ജോയിൻ ചെയ്തായിരുന്നോ? ഞാനത് ചോദിക്കുന്ന സമയത്ത് അവൾ പെട്ടെന്ന് എന്നെ തുറച്ചു നോക്കി. ദേ നിങ്ങൾ ചെയ്യേണ്ട ജോലിയാണ് ഞാൻ ഇപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്നിട്ടും നിങ്ങൾക്കൊരു കൂസലുമില്ല. അവൾ പെട്ടെന്ന് അങ്ങനെ പ്രതികരിച്ച സമയത്ത് ഞാൻ പിന്നൊന്നും മിണ്ടാൻ പോയില്ല. എൻ്റെ ഈ ഒരു സ്ഥിതി നാളെ അവൾക്ക് വരുന്ന സമയത്ത് അവൾക്ക് മനസ്സിലാവൂ എന്ന് മാത്രം ഞാൻ ചിന്തിച്ചു. ആ ദിവസം ഞാൻ വൈകുന്നേരം ജോലി കഴിഞ്ഞിറങ്ങുന്ന സമയത്ത് പുറത്ത് നിൽക്കുന്ന സെക്യൂരിറ്റി ചേട്ടനോട് തന്നെ ചോദിച്ചു, ചേട്ടാ 2 ദിവസം മുമ്പ് ഞാൻ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആകുന്ന സമയത്ത് ചേട്ടനായിരുന്നോ എൻ്റെ കൂടെ കാറി വന്നത്? അല്ല മോളെ, ഞാൻ നേരത്തെ പോയിരുന്നു. എൻ്റെ മനസ്സിൽ പെട്ടെന്നെന്ന പോലെ ചിന്തകൾ കാട് കയറി. എന്നാലും അതാരാണ്? ഞാൻ അറിയാത്ത, ഞാൻ കണ്ടിട്ടില്ലാത്ത ഒരാൾ. വൈകുന്നേരം വീട്ടിലെത്തിയ സമയത്തും പിന്നൊന്നും ചെയ്യാൻ തോന്നിയില്ല. ഈ ഒരു കാര്യം മാത്രം ചിന്തിച്ച് ചിന്തിച്ച് അങ്ങനെ ഇരുന്നു പോയി. അയാൾ പറഞ്ഞ വാക്കുകൾ പലപ്പോഴും എൻ്റെ മനസ്സിൽ എന്തൊക്കെയോ സ്പർശിക്കുന്നത് പോലെ. പലപ്പോഴും ചില ചിന്തകളാണ് മനുഷ്യനെ ഉറക്കം കെടുത്തുമെന്ന് പറയാറുണ്ട്. രാത്രിയിൽ ബാൽക്കണിയിൽ തന്നെ ഇരുന്ന് കുറേ നേരം ചിന്തിച്ചു. പിന്നെ എന്തൊക്കെയോ ആലോചിച്ചു കൂട്ടി. അവസാനം ചിന്തകൾക്കപ്പുറം ഒന്ന് കണ്ണടച്ചൊന്ന് ഉറങ്ങാമെന്ന് വിചാരിച്ചപ്പോൾ പിന്നെയും ആ ഒരു മനുഷ്യൻ്റെ ചിന്തകൾ വീണ്ടും വീണ്ടും മനസ്സിലേക്ക് വന്നു. ഒടുവിൽ എന്തൊക്കെയോ ചിന്തിച്ച് ഏതോ ഒരു നിമിഷം ഉറങ്ങിപ്പോയി. ഇത് ഈ ഒരു സ്റ്റോറിയുടെ ആദ്യ ഭാഗമാണ്. ഇനി ബാക്കിയുള്ള ഭാഗങ്ങൾ ഉടൻ തന്നെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. കഥ കേട്ട എല്ലാവർക്കും നന്ദി.